വീണ്ടും അപർണ ബാലമുരളി ആസിഫ് അലിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇനി വ്യത്യസ്തമായി എന്ത് അഭിനയിക്കാവോ എന്നുള്ളൊരു ആലോചന അപർണയ്ക്ക് വന്നിരുന്നു? ഇല്ല. ഇല്ലല്ലേ? കുറച്ച് പരത്തി ഉത്തരം പറയൂ. അടുത്ത ഉത്തരം ചോദ്യം ആലോചിക്കാനുള്ള സമയം. സത്യസന്ധതയെ ഞാൻ അത് ആ ബുദ്ധിമുട്ട് മനസ്സിലായി. അല്ല, ഞാൻ അതിലേക്ക് വരിക, ഞാൻ കുറച്ച് കട്ടായി ഇങ്ങനെ ഓരോന്ന് കേട്ടിട്ടിരിക്കും. ഇല്ല, ആക്ച്വലി എന്തോ ഭാഗ്യം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ്ക്കയുടെ കൂടെ കിട്ടിയിരിക്കുന്ന എല്ലാ പടങ്ങളും ഭയങ്കര ഡിഫറെന്റ് ആണ്. എല്ലാം ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ഭയങ്കര ഡിഫറെന്റ് ആണ്, ഇൻക്ലൂഡിങ് മിറാഷ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും റിപ്പീറ്റേറ്റീവ് ആവും. നമ്മൾ കംഫർട്ട് ലെവൽ കാരണം എന്തായാലും നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാനും ഓക്കെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കില്ലോ റിപ്പീറ്റേറ്റീവ് ആവോ അല്ലെങ്കിൽ എന്താവോന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചാലും സ്ക്രിപ്റ്റ് ഓരോന്നിൻ്റെയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഓരോന്നും ഭയങ്കര ഡിഫറെൻ്റാണ്. അതെനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഭാഗ്യം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്.